വളരെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയവും ഒരു നല്ല കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഞാൻ മുഖ്യ പ്രഭാഷണം എന്നാണ് പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കാൻ വന്നതൊന്നല്ല. ഈ ഹാളിലുള്ളവരൊക്കെ ഒന്ന് ഇരുന്നാൽ മതി. തുടങ്ങല്ലേ? നിങ്ങൾ കുറേ സമയമായിട്ട് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. പച്ചപ്പാടുകൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരിക്കും, ഒരു മിനിറ്റ് നേരം ഒന്ന്. ആ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു നല്ല ശ്വാസം അകത്തേക്കും പുറത്തേക്കും ഒന്ന് വളരെ ശ്രദ്ധയോടെ ഒരു ശ്വാസം അങ്ങനെ മുകളിലേക്ക് ശ്വാസം കൊണ്ടുപോകുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് ഒരു ചൂടോ തണുപ്പോ ഒക്കെ ഉണ്ടാവും. പുറത്തേക്ക് ഒഴിവാക്കുന്ന സമയത്ത് ഒരു ചെറിയ ചൂടോ തണുപ്പൊക്കെ ഉണ്ടാവും. അതിങ്ങനെ അനുഭവിക്കുന്നത് പോലെ. എന്നിട്ട് ആലോചിക്കേണ്ടത് ഇതാണ്: നമ്മളെ ഏറ്റവും സ്വാധീനിച്ച, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്വാധീനിച്ച ഒരു ഖുർആൻ ആയത്ത് ഏതാണ് എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ ഏത് ആയത്ത് പറയും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കുക. ആലോചിച്ച് കഴിഞ്ഞവർ കണ്ണു തുറന്നിട്ട് റെഡിയായിട്ട് ഇരുന്നോളൂ. ചോദിക്കട്ടെ, റിയാസിൻ്റെ ഏതായിരുന്നു? ആലോചിച്ചില്ലേ? ഏറ്റവും സ്വാധീനിച്ചൊരു ഖുർആൻ ആയത്തില്ലേ? അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അങ്ങനെ പറയാമല്ലോ. സൂറത്തുൽ ഇഖ്ലാസ? നിങ്ങൾക്ക് ഏതാ ഷമീർ ഭായി? അബസവത്തല്ലേ? അതിൻ്റെ പശ്ചാത്തലമാണോ പ്രമേയം മൊത്തം എല്ലാം കൂടി അല്ലേ? അശോകൊക്കെ ഏതാ? അതാണ് ആലോചിച്ചത്. അല്ല, ജബലി എന്ന് പറഞ്ഞല്ലേ? പർവ്വതത്തിൻ്റെ മുകളിലാണെങ്കിൽ ഈ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞുള്ള ആയത്ത്. ഇങ്ങനൊന്നും ആവില്ല എന്നല്ലേ? നിങ്ങൾക്ക് ഏതായിരുന്നു? അവിടെ ഇരുന്നിട്ട് അറിഞ്ഞാൽ ആയത്തിനെ കുറിച്ച്. ടീച്ചർക്ക് ഏതായിരുന്നു? മൂസിൻ്റെ ഉമ്മ ഉണ്ട് അവിടെ. ഏതായിരുന്നോ? കാലമൊക്കെ നമ്മൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഖുർആൻ പറഞ്ഞത്. നമുക്ക് വേണ്ടിയിട്ടല്ല, അതാണ്. അപ്പോൾ നാവിന് സീല് വെക്കുകയും കൈകാലുകൾ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് കൈയും കാലൊക്കെ പറയുകയാണ്, എല്ലാവരെയും സംസാരിപ്പിച്ചവൻ ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു. വല്ലാത്തൊരു ചൂസിങ് ആണത് അല്ലേ? ഈയോ? നിങ്ങൾക്ക് ഏതായിരുന്നു? സൂറത്തുൽ മുൽക്കിൽ അല്ലേ? മുൽക്കിലെ രണ്ടാമത്തെ. അതിലെല്ലാം ഉണ്ട്. ഒരു ആയുസ് മുഴുവനും ഒരൊറ്റ വരിയിൽ ഇങ്ങോട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ജീവിതം, പിന്നെ ഒരു മരണം, അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ശ്വാസം. എന്തിനാണ്? ഇത്രയേ ഉള്ളൂ. ലിയബലുവക്കും അയ്യക്കും അഴസുനും അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കുറേ പ്രവർത്തിക്കുന്നത് എന്നറിയാനല്ല. കുറേ അല്ല അള്ളാഹ്ക്ക് വേണ്ടത്. പിന്നെയോ അഹ്സനു അമലാണ്. ക്വാണ്ടിറ്റി അല്ല പഠിച്ചതിന് വേണ്ടത്, ക്വാളിറ്റിയാണ് പഠിച്ചതിന് വേണ്ടത്.
സുലൈമാൻ കേൾക്കുക അങ്ങനെ തന്നെ. തുമ്മലത്തുസ്അലുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതനുണ്ടായിരുന്നു, ഖുറം ജാ മുറാദ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു പത്രപ്രവർത്തകർ, ഏറ്റവും സ്വാധീനിച്ച ഖുർആൻ ആയത്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആണ് സുമ്മലത്തുസ്അലുന്ന യൗമൈദിൻ അനിന്നാവി. നേരത്തെ പറഞ്ഞ പോലെ ഒരായുസ് മുഴുവനും ഒരൊറ്റ വാക്കിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. അത് ഇനി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കൈവെക്കോ. അത് ആരെങ്കിലും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവല്ലോ, പറഞ്ഞോളൂ. സൂറത്തിൽ ഓക്കെ മാറില്ല. സുമ്മലായമുത്തു അത് ഭയങ്കര തന്നെ അല്ലേ. അവിടെ പിന്നൊരു ജീവിതമല്ലല്ലോ, ഒന്ന് ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ്. ഹാത്തിമുത്താഴി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ പായൊക്കെ നെയ്തുണ്ടാക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ സുപ്രൊക്കെ നെയ്തുണ്ടാക്കുന്ന ജോലി. അങ്ങനെ ഒരു നെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു പായ നെയ്ത് കഴിഞ്ഞാൽ മൂപ്പരെ ചങ്ങാതിമാർക്ക് കാണിച്ചു കൊടുക്കും. അവർ നന്നായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുപോയിട്ട് വിൽക്കും. അവർ നന്നായിട്ടില്ല, ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ശരിയാക്കിയതിന് ശേഷം കൊണ്ടുപോയിട്ട് വിൽക്കും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നല്ലൊരു ഭംഗിയുള്ള ഒന്ന് നെയ്ത് കഴിഞ്ഞിട്ട് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കൂട്ടുകാരെന്തോ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ചോദിച്ചാലൊരു അഭിപ്രായം പറയുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയി. ഒരു ചെറിയ കുട്ടി കരയണ പോലെ ഈ മനുഷ്യൻ കരയണം. അപ്പോൾ ചങ്ങാതിമാർ ചോദിക്കുന്നുണ്ട്, എന്തിനെങ്ങനെയൊക്കെ കരയണേ, അങ്ങനെ വേദനിപ്പിക്കാൻ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ കരയിപ്പിച്ചത് അതല്ല, നിങ്ങളിപ്പോൾ ഇതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം മതി, എനിക്കത് കഴിയുകയും ചെയ്യും, എനിക്കതിന് സമയവുമുണ്ട്. പക്ഷെ ഇതിലേറെ വലിയൊരു പായ നെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. അത് നെയ്യാൻ ഏൽപ്പിച്ചവനെ കാണിച്ചു കൊടുക്കേണ്ട പായയാണ്. അങ്ങനെ അവനിങ്ങനെ നോക്കിയതിന് ശേഷം ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറയാൻ പിന്നെ എൻ്റെ കയ്യിൽ സമയം ഉണ്ടാവില്ല. സുമ്മലായ മൂത്തു അതാണ് പറഞ്ഞത്. ആരെ പറഞ്ഞു? നിങ്ങളല്ലേ? വല്ലാത്തൊരു തിരഞ്ഞെടുപ്പായി അത്. പിന്നെ അറിയുന്നു ഒന്ന് കൈവക്കീനാടെ നിങ്ങളറിഞ്ഞു. അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുകയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള ഖുർആനിൻ്റെ വാക്ക്. എന്താണ് ശരിയായ ദീൻ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നതാണ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പറ, സുമ്മസ്തഖിം, പിന്നെ നീ അതിലങ്ങനെ ഉറച്ചു നിന്നു. എന്നെ പിൻവലിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും, നിന്നെ മടുപ്പിക്കുന്ന കാരണങ്ങളുണ്ടാവും, കരയിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ നീ ആ മാർഗത്തിൽ നിന്ന് അടിപതറാതെ ഉറച്ചു നിൽക്കുക എന്നറിയുന്നു. ഇനി ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കണ്ടോ? അതാണ് നിങ്ങളേതിനും പെരുമ നടിക്കുന്നവരെ കുറിച്ച് കലാമ്പി ചിരിപ്പിക്കുകയും അതൊക്കെ വാബുക്കാന്ന് പറയും. നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവർ അള്ളാഹിനെ പറ്റിയോ? അള്ളാഹിനെ കുറിച്ച് പറയാം. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മയില്ല. മജീദ് ഏതാണ് ആയത്ത്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ചിരിപ്പിക്കുന്ന സാഹചര്യങ്ങളും കരയിപ്പിക്കുന്ന സാഹചര്യങ്ങളും തരുന്നവെന്നുള്ള അല്ലേ. സേറിനേതാ? സേറിനേതാ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയാൽ അയാൾക്ക് പിന്നെ പ്രയാസകരമായൊരു ജീവിതം ഉണ്ടാവുക. മനുഷ്യൻ്റെ സാർവകാലികമായൊരു സത്യം പറഞ്ഞാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വിവാഹം അല്ലേ. ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ വാപ്പക്കും ഉമ്മക്കും എത്ര സന്തോഷം ഉണ്ടാകേണ്ട ദിവസമാണ്. പക്ഷെ ഇന്ന് എങ്ങനെയാണോ നടക്കുന്നത്? അടിസ്ഥാനപരമായ കാരണം എന്താണ്? നമ്മൾ ശരിയായ വഴിയിൽ നിന്ന് സൊസൈറ്റി മാറിപ്പോയതാണ്. സൊസൈറ്റി ഉണ്ടാക്കിയ കുറേ ആചാരങ്ങളോ രീതികളോ മാമൂലുകളോ കാരണം പ്രയാസം അനുഭവിക്കുന്ന ആരെന്നെയാണ്? നമ്മൾ തന്നെയാണ്. വല്ലാത്തൊരു ആയത്താണത്. മൂസാ നബി 8 വർഷമോ 10 വർഷമൊക്കെ ആടിനെ മേയിച്ച്
മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഇന്നോ ഒരു വാപ്പ 8 കൊല്ലമോ 10 കൊല്ലമോ ഒക്കെ മരുഭൂമിയിൽ അധ്വാനിച്ച് ഒരു പെൺകുട്ടിയെ കെട്ടിക്കുന്നു. ഇതാണ് സാഹചര്യം. ഇനി ആർക്കെങ്കിലും പറയണ്ട? പറഞ്ഞു. മൈക്കോടെ വെക്കും ഞാൻ. ഇതിപ്പോ ഖുർആൻ ജനകീയമായതിൻ്റെ ഒരു സ്വഭാവമുണ്ട് അല്ലേ? മഹാകവി അല്ലാമ ഇക്ബാലിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉമ്മാൻ്റെ നാവിലെപ്പോഴും ഖുർആനിൻ്റെ ആയത്തുകളായിരുന്നു, സംസാരം പോലെ പറയായിരുന്നു. ഓരോ സാഹചര്യങ്ങളിൽ അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു ആയത്ത് ഇങ്ങനെ പറയുമായിരുന്നു. ആയത്തുകൾ പച്ച പിടിച്ചു നിൽക്കുന്ന ചുണ്ടുകളായിരുന്നു ആ ഉമ്മയുടെ ചുണ്ടുകൾ. ഇക്ബാലിൻ്റെ ഉപ്പാൻ്റെ വരുമാനം അത്ര നല്ലൊരു വരുമാനമായിരുന്നില്ല. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യുമെന്നറിയോ? വാപ്പ കൊണ്ടുവരുന്ന പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം മാത്രം വാങ്ങിക്കൊടുക്കില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഉമ്മൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റിട്ട് ഒരു പശുവിനെ വാങ്ങി അതിൻ്റെ പാല് കറന്ന് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. കാരണം പലിശ തിന്നരുതെന്നാണ് ഖുർആന്റെ പ്രത്യേകമായൊരു നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സുഖകരമല്ലാത്ത വരുമാനമായിരുന്നു വാപ്പയ്ക്ക്. ആ മക്കള് ഹറാമ് കഴിക്കരുത് എന്നുള്ള ആ ഉമ്മയുടെ ദൃഢനിശ്ചയം കാരണം ആ മക്കള് പിന്നെ ഏതൊരു വെളിച്ചത്തിലേക്ക് ഉണർന്നു എന്നുള്ള ചരിത്രം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഐൻസ്റ്റീനുമായി സംവദിച്ച പ്രതിഭയായിരുന്നു ഇക്ബാൽ. ചെറിയ മനുഷ്യനല്ല. ഇപ്പോഴത്തെ മരിച്ചില്ലേ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലേ? ആകാശത്തിന്റെ അപ്പുറത്തുള്ള കാര്യം ആ മനുഷ്യൻ അറിയും. പക്ഷെ ആ മനുഷ്യൻ ഖുർആൻ വായിക്കാൻ കഴിയാതെ പോയി, പഠിച്ചവനെ തിരിച്ചറിയാതെ പോയി. എന്തുകൊണ്ടാ? സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് സംസാരിക്കാൻ പറ്റുന്ന വിധത്തിൽ അദ്ദേഹത്തോളം വളർന്ന ഒരു പ്രതിഭ ഈ സമുദായത്തിൽ നിന്നില്ലാതെ പോയി എന്നുള്ളതുകൊണ്ടാണ്. ഐൻസ്റ്റീനോട് സംവദിക്കാൻ ഐൻസ്റ്റീനോളം തലയെടുപ്പുള്ള ഒരു പ്രതിഭ ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇക്ബാൽ. ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചു. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞത് ആ ഉമ്മ വളർത്തിക്കൊണ്ടുവന്ന മകൻ പിന്നെ ആരായി തീർന്നു എന്ന് പറയാനാണ്. പിന്നെ ആർക്കെങ്കിലും പറയണ്ടോ? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? വേണ്ടാണ്. മനുഷ്യൻ നന്ദികേട് ഉള്ളവനാണ്, നന്ദി കെട്ടവനാണ് എന്ന അതേത് സൂറത്ത്? വല്ലാദിയാത്തി ലബ്ബ അല്ലേ? നമ്മൾ മദ്രസയിൽ നല്ല ഈണത്തിൽ ചൊല്ലിയിരുന്ന സൂറത്താണത്. വല്ലാദിയാത്തി ലബ്ബ എന്നറിയും അല്ലേ? വേറെ ഏത് സൂറത്തിനും ഇല്ലാത്തൊരു ട്യൂൺ ഉണ്ടായിരുന്നു. ഒരു കുതിരനെ കുറിച്ചാണ് പറയണേ. പാവം ഒരു കുതിര രാവിലെ സുബഹിന് എഴുന്നേറ്റ് ഓടുന്നു. സുബഹി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സുബഹിന് എഴുന്നേറ്റ് ഓടിയിട്ട് യജമാനന് വേണ്ടിയിട്ട് യുദ്ധക്കളത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണു. പിന്നെ ആ കുതിരക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയണില്ല. കാരണം വിഷയം കുതിരയല്ല. വിഷയം എന്താണെന്നാ പിന്നെ പറയുന്നത്. എന്താ? ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലക്കനൂൻ. ഈ മനുഷ്യനോട് ആ മനുഷ്യന്റെ രക്ഷിതാവ് കുതിരയുടെ യജമാനൻ കുതിരയോട് പറഞ്ഞതുപോലെ ആ നേരത്ത് ഉണരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ഇതൊന്നും സൂറത്തിലില്ല കേട്ടോ. അതൊക്കെ ഉള്ളിന്ന് നമ്മൾ പെറുക്കണ്ട. മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളല്ല ഖുർആൻ, മറഞ്ഞു കിടക്കുന്ന ആശയങ്ങളാണ് ഖുർആൻ. അപ്പൊ നമുക്ക് മനസ്സിലാവും മനുഷ്യന്റെ രാവിലെ സുബഹിന് ഉണരാത്തൊരു മനുഷ്യനാണ് സൂറത്തിൽ ആദിയാത്ത് ഓതണമെങ്കിൽ കരഞ്ഞു പോവും. ശരിക്കും ഓതിയാൽ പിന്നെ ആ സമയത്ത് ഉറങ്ങില്ല. അല്ല കുതിരന്റെ കഥയും വായിച്ചിട്ടാണ് നമ്മൾ ഓതണമെങ്കിൽ നമുക്കതിനൊന്നും കിട്ടില്ല അല്ലേ? പിന്നെ ആർക്കെങ്കിലും പറയണ്ട? നിങ്ങൾ പറയുകയാണെങ്കിൽ അതന്നെ മതി, വേറെ ഒന്നും വേണ്ട. ആ മിസ്കാല ദറത്ത്. നമ്മൾ ഈ വെയിലത്ത് നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ധൂളി ഇങ്ങനെ കാണൂലേ? അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല മിറാഷ്. അതിന്റെ അളവിന് പറയണതാണ് മിസ്കാല ദറ. ഒരു ചെറിയ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ ചെറിയ പൊട്ടിന്റെ തൂക്കം എന്ന് ചില തഫ്സീറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? അണുമണി തൂക്കത്തിന്റെ ഭാരം. എന്നിട്ട് പറയണ എന്താണ്? നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കൂടെ പോരും എന്നാണ്. അവിടെ കാണും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൂടെ പോരും എന്നാണ്. പിന്നാലെ പിന്തുടരും.
വിജയലക്ഷ്മിന്റെ ഒരു കവിത ഉണ്ട്. പുടവമേൽ തൂങ്ങുന്ന കുഞ്ഞിനെ പോലെന്റെ പിറകിലതു പിച്ച വെക്കുന്നു. അമലികളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശരിയാണ്. പുടവമേൽ തൂങ്ങുന്ന ഉമ്മാന്റെ ഡ്രസ്സിൽ ഇങ്ങനെ തൂങ്ങുന്ന കുഞ്ഞിനെ പോലെന്റെ പിറകിലതു പിച്ച വെക്കുന്നു. പിന്നാലുണ്ടാവും. ആലോചിച്ചോ? സെലക്ട് ചെയ്യാം. ഫിറോനിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞല്ലേ? ആശാ ബീവിയെ കുറിച്ച് പറഞ്ഞോളൂ. അത് ഭയങ്കര രസമാണ്. അള്ളാന്റെ കാരുണ്യം കൊണ്ട് പ്രവാചകരെ നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറി. ലിൻതലഹും എന്നാ ഉപയോഗിച്ചു. അതിന്റെ വേർഡ് ഏതാണ്? ലയ്യൻ എന്ന് പറഞ്ഞൊരു വേർഡില്ലേ? മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിറൗനിന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോൾ അല്ല പറയുന്നുണ്ട് വഖൂലാലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ നല്ല നിലക്ക് സംസാരിക്കണം കേട്ടോ. കാരണം ഓൻ ദേഷ്യപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തും. അതാണ് എന്റെ കാരണം. പ്രായം ചെന്ന ഉമ്മനോടും വാപ്പനോടും ചേർന്ന് പോലും പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. കാരണം നമ്മൾ ദേഷ്യപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും. ഇപ്പൊ എത്ര നോക്കിയാലും ചില മരുമക്കളൊക്കെ കണ്ടില്ലേ, ആ പെൺകുട്ടി അത്രയും കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ടാവും. എന്നാലും മകള് വരുന്ന സമയത്ത് ഉമ്മ പറയും ഇന്ന് നോക്കുന്നൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? ഉമ്മ ഓർമ്മയോടെ പറയുന്നൊന്നല്ലത്. ആ ദേഷ്യത്തിന് നമ്മളെങ്ങാനും അങ്ങോട്ട് എന്തായാലും പറഞ്ഞാലോ അത് ഉമ്മാന്റെ മനസ്സൊന്നും പോകില്ല. ഉമ്മ ഇങ്ങോട്ട് പറയുന്നത് ബോധപൂർവം പറയണല്ല, ആലോചിച്ചിട്ട് പറയുന്നൊന്നല്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടെല്ലാം പറഞ്ഞാലോ ഉമ്മാനെ അത് അത്രയും വേദനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രായമേറെയുള്ള വാപ്പിയും ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മോശമായി സംസാരിക്കരുതെന്ന് പറയും. അതുപോലെയാണ് ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറയാണ് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളായവൻ പറയൂ, കാരണം അവന്റെ സ്വഭാവം അതാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പറയണത് എന്താണ്? പറയേണ്ടത് വഖൂലാലഹു ഖൗലൻ ലയ്യിന. എന്ത് പറയണമെന്ന് അത്രല്ല, എങ്ങനെ പറയണമെന്നും കൂടി പഠിപ്പിച്ചിട്ടാണ് രണ്ട് പ്രവാചകന്മാരെ ഫിറൗനിന്റെ അടുത്തേക്ക് അള്ളാഹു പറഞ്ഞയക്കണം. അതെന്തുകൊണ്ടാണെന്നറിയോ? ഫിറൗനിന് ഇങ്ങോട്ട് പറയാനുള്ളതല്ല നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അതാണ് വിഷയം.